നമസ്കാരം. PV അൻവറിന്റെ രാഷ്ട്രീയ സുനാമിയിൽ മുങ്ങിപ്പോകാൻ പാടുള്ളതല്ല തൃശൂരിലെ ATM കവർച്ച. 23.5 കിലോമീറ്ററിനുള്ളിലെ 3 ATMകളിൽ 1 മണിക്കൂർ 58 മിനിറ്റിനുള്ളിൽ കവർച്ച. ആദ്യത്തെ ATMൽ മോഷണം നടന്നിടത്ത് പോലീസ് എത്തി നക്ഷത്രമെണ്ണി നിൽക്കുമ്പോൾ രണ്ടാമത്തെ മോഷണം. രണ്ടാമത്തെ സ്ഥലത്ത് പോലീസ് എത്തിയപ്പോഴേക്കും മൂന്നാമത്തെ സ്ഥലത്ത് മോഷണം. മോഷണം കഴിഞ്ഞ് ആദ്യത്തെ സ്ഥലത്ത് പോലീസ് എത്തിയത് 20 മിനിറ്റ് കഴിഞ്ഞാണെങ്കിൽ രണ്ടാമത്തെ സ്ഥലത്ത് എത്തുന്നത് 50 മിനിറ്റ് കഴിഞ്ഞാണ്. ഈ മൂന്നിടത്തും പോലീസ് വട്ടം കറങ്ങി നിൽക്കുമ്പോൾ സംഘം മണ്ണുത്തി ദേശീയപാതയിലുണ്ട്. കേരളത്തിലെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് മാത്രമല്ല ഈ വിഷയം ചോദ്യമുയർത്തുന്നത്. ബാങ്കുകൾ സ്വന്തം ആസ്തിക്ക് നൽകുന്ന സുരക്ഷയും സംശയത്തിലാവുകയാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ആർക്കും തുരക്കാവുന്ന മെഷീനുകൾ. ഏറ്റുമുട്ടൽ കൊലപാതകത്തിനും തയ്യാറായി വന്നവരാണ് മോഷണം നടത്തിയത്. അവർ തമിഴ്നാട് പോലീസിനെ നേരിട്ട ദൃശ്യങ്ങൾ ന്യൂസ് മലയാളമാണ് പുറത്തുവിട്ടത്. സത്യത്തിൽ പോലീസ് പോലുമല്ല, നാട്ടുകാരുടെ സംഘമാണ് അവരെ പിടികൂടിയത്. അപകടമുണ്ടാക്കി നിർത്താതെ പോയപ്പോൾ വാഹനത്തെ മറികടന്ന് പിടിച്ചു നിർത്തിയതാണ്. അവിടെ നിന്ന് കണ്ടെയ്നർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പോലീസിന് സംശയം ഉണ്ടാകുന്നതും തുറന്നു പരിശോധിച്ചതും. അതുകൊണ്ട് മാത്രമാണ് സംഘം പിടിയിലായത്. ആ കൊള്ള നടന്ന രീതി തന്നെ നോക്കുക. ഇരിഞ്ഞാലക്കുട മാപ്രാണത്തെ ATM കുത്തിത്തുറന്ന് പണവുമായി പുലർച്ചെ 2:10 സംഘം കടന്നു. അലാം അറിഞ്ഞ് പോലീസ് എത്തുന്നത് 2:30. പോലീസ് ഇരിഞ്ഞാലക്കുടയും പരിസരത്തും വട്ടം കറങ്ങുമ്പോൾ സംഘം 19 കിലോമീറ്റർ സഞ്ചരിച്ച് സ്വരാജ് റൗണ്ടിലെ ATMൽ എത്തിയിരുന്നു. അവിടെ നിന്ന് 9,89,000 രൂപയുമായി കടന്നത് 3 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയപ്പോൾ. പോലീസ് അവിടെ എത്തിയത് 3/4 മണിക്കൂറിലേറെ കഴിഞ്ഞ് 4 മണിയോടെ. തൃശൂർ നഗരമധ്യത്തിലാണ് ഈ കവർച്ച എന്ന് ഓർക്കണം. അവിടെ പോലീസ് കറങ്ങി നടന്നപ്പോഴേക്കും 4 കിലോമീറ്റർ അകലെ കോലഴിയിലും സംഘമെത്തി. അവിടെ നിന്ന് കവർന്നത് 25,84,000 രൂപ. പണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പോലീസ് മുഴുവൻ പരക്കം പാഞ്ഞ ഒരു വാർത്തയുണ്ടായിരുന്നു. കേരളത്തിൽ ഒരു കണ്ടെയ്നർ നിറയെ കള്ളനോട്ട് വന്നു എന്ന വിവരമായിരുന്നു അത്. അതിനെ അനുസ്മരിപ്പിക്കുന്ന നീക്കങ്ങളാണ് ഇവിടെ മോഷ്ടാക്കൾ നടത്തിയത്. മണ്ണുത്തി ദേശീയപാതയിൽ നിർത്തിയിട്ടിരിക്കുന്ന കണ്ടെയ്നറിലേക്ക് ഇവരുടെ കാർ ഓടിച്ചു കയറ്റുന്നു. പുലർച്ചെ 4:20 തന്നെ കണ്ടെയ്നർ പുറപ്പെടുന്നു. ആ സമയത്ത് മാത്രമാണ് മൂന്നാമത്തെ മോഷണം അറിഞ്ഞ് കേരള പോലീസ് അവിടെ എത്തിയത്. ലോറി ഓടിച്ചിരുന്ന ഹരിയാന സ്വദേശി ജുമാദീൻ ഹമീദ് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. അസർ അലി എന്ന കൂട്ടുപ്രതിക്ക് 2 കാലിലും വെടിയേറ്റു. ഇർഫാൻ, സാബിർ ഖാൻ, ഷക്കീൻ, മുഹമ്മദ് ഇക്രാം എന്നിവരെ പിടികൂടി. 68 ലക്ഷം രൂപയും 3 തോക്കും കാറും പിടിച്ചെടുക്കുകയും ചെയ്തു. എത്ര വലിയ ആസൂത്രണമാണ് നടന്നത് എന്നതിൽ തർക്കമില്ല. ATM എന്നാൽ ആർക്കും തുരക്കാവുന്ന മെഷീൻ എന്ന് പഠിപ്പിക്കുകയാണ് തൃശൂർ അനുഭവം. രാത്രിയിൽ ATMൽ എത്തുന്നവർക്ക് എന്തു സുരക്ഷയാണുള്ളത് എന്ന് ഒന്ന് ഓർത്തു നോക്കൂ. ആശുപത്രി ആവശ്യത്തിനോ മറ്റെന്തെങ്കിലും അടിയന്തര ഘട്ടത്തിലോ പണം എടുക്കുന്നതിനായി ആ സമയത്ത് ATMൽ ചെല്ലുന്നവരുടെ സ്ഥിതി എന്താകും? അതറിയാൻ ആ സംഘം തമിഴ്നാട്ടിലെ ദേശീയപാതയിൽ പോലീസിനെ നേരിട്ട രീതി കണ്ടാൽ മതി. എത്ര തോക്കുകളും വടിവാളുകളും കത്തികളുമായാണ് ആക്രമണം. ATMൽ ആ സമയത്ത് ചെല്ലുന്നവരെയും വെടിവെച്ചു കൊല്ലുക എന്നതിൽ കുറഞ്ഞ് മറ്റൊരു സാധ്യതയും പ്രതീക്ഷിക്കേണ്ടതില്ല. ആ മോഷ്ടാക്കളുടെ പരിഭ്രാന്തി കൊണ്ട് മാത്രമാണ് അവർ പിടിയിലായത്. മറ്റേതൊരു കണ്ടെയ്നറും പോകുന്നത് പോലെ ആയിരുന്നു ആ യാത്രയെങ്കിൽ അവർ ലക്ഷ്യസ്ഥാനത്തെത്തിയാലും പിടിക്കപ്പെടുമായിരുന്നില്ല. തൃശൂർ പോലെ ജനസാന്ദ്രതയേറിയ ഒരു നഗരത്തിലെ 3 ഇടത്ത് നിന്ന് നിസ്സാരമായി ATM വെട്ടിപ്പൊളിച്ച് പണം കൊണ്ടുപോയെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ വലിയ പാളിച്ചകളുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ബംഗളൂരുവിൽ ATMനുള്ളിൽ ജ്യോതി വിജയ് എന്ന മലയാളി ഉദ്യോഗസ്ഥ ആക്രമിക്കപ്പെട്ടപ്പോൾ നിരവധി കോടതി വിധികൾ ഉണ്ടായി. ATMകൾക്ക് സുരക്ഷ ഏർപ്പെടുത്തേണ്ടത് ബാങ്കുകളുടെ ഉത്തരവാദിത്തമാണ് എന്നായിരുന്നു ആ വിധികളെല്ലാം പറഞ്ഞത്. അതേ തുടർന്നാണ് ATM ഉപയോഗത്തിന് ബാങ്കുകൾ പണം ഈടാക്കാൻ തുടങ്ങിയത്. ആദ്യം ഏത് ഉപയോഗത്തിനും പണം ഈടാക്കിയിരുന്നെങ്കിൽ അവിടെയും കോടതി ഇടപെട്ടു. സ്വന്തം ബാങ്കിന്റെ അല്ലാത്ത ATMകളിൽ നിന്ന്
5-ൽ കൂടുതൽ തവണ പിൻവലിച്ചാൽ മാത്രം ഫീ എന്നായി. ഈ പണം ബാങ്കുകൾ എല്ലാവരുടെയും അക്കൗണ്ടിൽ നിന്ന് നിർബാധം പിൻവലിക്കുന്നുണ്ട്. എന്നിട്ടും സുരക്ഷയില്ലെങ്കിൽ ആരാണ് പ്രതിസ്ഥാനത്ത്? ഇവിടെ നിസ്സംശയം SBI ആണ്. SBIയുടെ ATMകളിലാണ് 3 കൊള്ളയും നടന്നത്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലും കടപ്പയിലും കഴിഞ്ഞയാഴ്ച ഇതേ സംഘം കൊള്ളയടിച്ചപ്പോഴെങ്കിലും സുരക്ഷയെക്കുറിച്ച് ബോധം ഉണ്ടാകേണ്ടതായിരുന്നു. ആലപ്പുഴയിലും കണ്ണൂരും ഇതേ സംഘം തന്നെ മുൻ വർഷങ്ങളിൽ മോഷണം നടത്തിയതുമാണ്. കാണിക്ക വഞ്ചികൾ മോഷണം നടത്തിയിരുന്നത് പോലെ ATMകളിൽ തുരന്നു കയറാൻ കഴിയുമെങ്കിൽ ഈ സംവിധാനം തന്നെ പുനഃപരിശോധിക്കുകയാണ് നല്ലത്. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.